ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥി ഒരാഴ്ച കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് കേട്ടോ. ഇനി എനിക്കതെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. ഞാൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. 108 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ഞാൻ തോറ്റത്. പെണ്ണിന്റെ പുടവ കൊടുന്നേലത്തെ പാവാടേരെ പീത്ത അത് കാണാനില്ല. അപ്പൊ ഒരു കള്ളക്കടവ അമ്മാവുണ്ട്, അയാൾ ഈ പാവാടേരെ പീത്ത കൊണ്ടുപോയിട്ട് മുണ്ട് കെട്ടിയിറക്കുക. ഈ സാധനത്തിനായിരുന്നു അവിടെ പൊരിഞ്ഞ അംഗം. കടുകു വറുത്തിടുവാ, കറിതാളിച്ചിടുവാ, കറിയുടെ രുചി മുകുളം മുറിവാലൻ ചാള. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മളെ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വെറുതെ കഥ പറഞ്ഞ് നടക്കരുത്. അതുപോലെ തന്നെ കഥ എന്താണ് എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങളെ വിലയിരുത്തിയും വരുത്. പക്ഷെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നല്ല ചിരി കഥകളും തമാശകളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആസ്വദിക്കുക. അപ്പോൾ ചിരി നിമിഷങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. And now let's welcome our dynamic judges, Ramesh Pisharadi and Krishna Prabha. ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പരിപാടി 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങുമ്പം സ്റ്റാൻഡപ്പ് കോമഡി തന്നെ മലയാളികൾക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷത്തിന് അന്യമായിരുന്ന സമയത്താണ്. അവിടെ നിന്നും ഒരുപാട് മത്സരാർത്ഥികൾ നമ്മുടെ പരിപാടികളിൽ വന്നു. അതിൽ പലരും ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സ്റ്റാൻഡപ്പ് കലാകാരന്മാരായി മാറി. മറ്റ് പല പ്രമുഖ ചാനലുകളിലെയും പല പല പരിപാടികളിലൂടെ അവരെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അപ്പോഴാണ് നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു സീസൺ നടത്തിയാലോ അല്ലെങ്കിൽ ഒരു സീസണിലെ ഒരു ഘട്ടം നടത്തിയാലോ എന്നൊരു ചിന്ത വന്നതും അങ്ങനെ സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് എന്ന പേരിൽ നമ്മൾ എപ്പിസോഡുകൾ അവതരിപ്പിക്കുകയുണ്ടായി. 5-6 വയസ്സ് മുതൽ 60 വയസ്സിലധികം പ്രായമുള്ള ആളുകൾ വരെ ഈ വേദിയിൽ വരികയും അവരുടെ പ്രതിഭ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി നമ്മൾ നടത്തുന്ന സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷന്റെ ഒരു അവസാന എപ്പിസോഡാണ്. ഇനി അത് വീണ്ടും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേർന്നുള്ള മത്സരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ലാസ്റ്റ് എപ്പിസോഡ് കാണാനുള്ള വലിയ കൗതുകത്തിലാണ് ഞാൻ. ശരിക്കും ഇതിന്റെ അർത്ഥം ഒരിക്കലും നമ്മുടെ വരും എപ്പിസോഡുകളിൽ ലേഡീസ് ഇല്ല എന്നല്ല. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലൂടെയുള്ള മത്സരങ്ങളായിരിക്കും. നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഇവരുടെ ഒരു പ്രപ്പോർഷന് ഇത്തിരി വ്യത്യാസമുണ്ട്. ഒരുപാട് ആൺകുട്ടികൾ വരുമ്പോൾ കുറച്ചാണ് പെൺകുട്ടികൾ വരുന്നത്. കൃഷ്ണപ്രഭയ്ക്ക് അറിയാം. ഇപ്പൊ ഞങ്ങൾ മിമിക്രി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടിയായിരുന്നു കൂടുതൽ മിമിക്രി പ്രോഗ്രാമുകൾ നടന്നിരുന്നതും ചെയ്തതുമല്ല. പൊതുവേ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക അത് ആൺകുട്ടികൾ ചെയ്യുമ്പോഴായിരിക്കും. അതാണ് നമ്മളുടെ ഒരു മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത്. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവര് എന്തോ ഒന്ന് മുന്നോട്ട് വരാനുള്ള ഒരു മടി ഉണ്ടാവും അവർക്ക്. പക്ഷെ അത്തരത്തിലുള്ള ആ ഒരു മടിയെല്ലാം മാറ്റി നമ്മളതിന് നല്ലൊരു തുടക്കം കുറിച്ച് നമ്മൾ അവർക്കുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് ഫൺസ് അപ്പോൺ എ ടൈം. പ്ലസ് ഈ ഒരു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയാൽ അതിന് പിഷു ഫുൾ ടീം ഒരു നല്ലൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രത്യേകതയുള്ള എപ്പിസോഡിൽ ആരൊക്കെയാണ് വരുന്നതെന്നും അവരുടെ പ്രകടനങ്ങൾ എന്താണെന്നൊക്കെ കാണാം. തീർച്ചയായിട്ടും. അതിന് മുൻപായിട്ട് നമ്മുടെ ജഡ്ജസിനെ സീറ്റുകളിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. നമ്മൾ താത്ത പ്രോ മാക്സ് എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആമിന താത്തയെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ആമിന താത്ത. എന്തായാലും ഒന്നിനൊന്ന് മികച്ച പിള്ളേരായിരുന്നു ഇവിടെ വന്നത് അല്ലേ? പിള്ളേരെന്ന് ഞാനിങ്ങനെ പറയണത് എല്ലാവരോടും ഒരുമിച്ചാണ്. കുഴപ്പമില്ല. എല്ലാരും ഏറെക്കുറെ താത്തയെങ്കാലും ഇളയ ആൾക്കാർ തന്നെയായിരുന്നു. താത്ത തന്നെയായിരുന്നു ഏറ്റവും സീനിയർ. അതെ. അപ്പോ താത്താക്ക് ഒരു വലിയ നന്ദി. ശരിക്കും അതിഗംഭീരമായ ഒരു തുടക്കമാണ് നമ്മുടെ സീസണ് താത്ത സമ്മാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഹൃദയ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട, നീ അടുത്ത ആളെ വിളിക്ക്. യെസ് ഓഫ് കോഴ്സ്. നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികളെ വിളിക്കാൻ സമയം ഇനി കളയാൻ പാടില്ല. അപ്പൊ ഇന്ന് മത്സരിക്കുന്നവർ കാതറീൻ ആൻഡ് സുശീല ദേവി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സ്റ്റാൻഡപ്പിന്റെ റെസ്പോൺസ്? ഹസ്ബൻഡ് എന്നെ ഇപ്പൊ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ? പണ്ടേ ചിരിക്കത്തില്ലായിരുന്നു, ഇപ്പൊ എന്നെ നോക്കി ചിരിക്കും. ടീച്ചർ നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.
ടീച്ചറിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ വന്നിട്ടാണ് ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. നമുക്ക് അവർക്കുള്ള ചോദ്യം കൊടുക്കാലോ. ചോദിക്കട്ടെ. കമ്മീഷണറുടെ മകളെ പ്രണയിച്ചതിന്റെ പേരിൽ സൂര്യയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു. മകനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ മാഷ് എനിക്ക് ഇവൻ മാത്രമല്ല മകൻ, വേറൊരു മകൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ശുദ്ധ ഗുണ്ടയായ മകനെ വിളിച്ചു വരുത്തുന്നു. നാട്ടിലെത്തിയ ഗുണ്ട നേരെ വൈദ്യശാലയിൽ കയറി ഒരു ഗ്ലാസ് ദശമൂലാരിഷ്ടം വാങ്ങി കഴിക്കുന്നു. തുടർന്ന് നാട്ടിലെ പ്രമാണിയായ കാട്ടിപ്പിള്ളിക്ക് വേണ്ടി മല്ലയ്യയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അയാളുടെ കൂടെ കൂടുന്നു. എന്നാൽ അതിലും ശക്തനായ ഒരു പോരാളി മല്ലയ്യയുടെ കൂടെ ഉണ്ടായിരുന്നു, മാക്രി ഗോപാലൻ. നാട്ടിലെ കട്ടിളകൾ മോഷ്ടിക്കുന്ന ഗോപാലന് മറ്റൊരു പേര് കൂടെ ഉണ്ടായിരുന്നു, കട്ടള ഗോപാലൻ. വീട് പണികളെല്ലാം മുടങ്ങിയതോടെ നാട്ടുകാർ ചേർന്ന് ഗോപാലനെ പിടിക്കുവാൻ തീരുമാനിച്ചു. ഒടുവിൽ നാട്ടിൽ നിൽക്കാനാവാതെ നാട് വിട്ട ഗോപാലൻ കൂട്ടുകാരൻ ലക്ഷ്മണനും കൂടി ചേർന്ന് ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. അത് വലിയൊരു കുരുക്കായി മാറുന്നു. ഏതെങ്കിലും പിടികിട്ടിയോ? ആറാം തമ്പുരാൻ. ആറാം തമ്പുരാൻ. ഓക്കെ. അടുത്തത് സുശീല ടീച്ചർ. ക്രേസി ഗോപാലൻ. ക്രേസി ഗോപാലൻ. ഒരെണ്ണം ശരിയാ. ഒരെണ്ണം ശരിയായി. ഓക്കെ, കാരൻ ടീച്ചർ ഒന്നുകൂടെ. മമ്മൂക്കയുടെ ചിത്രമുണ്ട്. സുശീല ടീച്ചർക്ക് കിട്ടിയോ? ബാക്കി മൂന്നെണ്ണം ഒരെണ്ണം കിട്ടി. കിട്ടിയെടുത്തോളം പറ. ചട്ടമ്പി നാട്. എന്നാലും മമ്മൂട്ടിയുടെ അനിയനായിട്ട് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ ചട്ടമ്പി നാടുണ്ട്. അത് രണ്ടാമത് പറഞ്ഞത് മാക്രി ഗോപാലിന്റെ സിനിമ. കിടിലൻ പാട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ ഉത്തരം പറയുന്ന ടീച്ചർക്ക് മൈക്ക് കൊടുത്താലോ? അതെ അതെ. കൊടു. ടീച്ചറാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലെ ലൈഫ് സേവർ. പോക്കിരി രാജ. കറക്റ്റ് ഉത്തരം. ടീച്ചർ ഉടനെ തന്നെ ഒരു ഇമെയിലും കൂടെ അയക്കണോട്ടാ, നമുക്കൊരു കണ്ടസ്റ്റൻസിനെ കിട്ടാനുള്ള. അതെ അതെ. ടീച്ചർ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി ട്രൈ ചെയ്തു. ഇവരുടെ കോളേജിൽ നിന്നിട്ട് ഈ പിള്ളേർ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകുന്നില്ല, കാരണം ടീച്ചർ പിടിക്കും. ടീച്ചർ അവിടെ ഉണ്ടാവും. അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന സിനിമ കാണുന്ന ടീച്ചറാണെന്ന് തോന്നി ഇവിടെ നിൽക്കുന്നത്. അടിപൊളി. ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. എന്റെ ടീച്ചറിന്റെ പേര്? എൻ്റെ പേര് ദീപ എന്നാണ്. ഞാൻ GATED TTC മിസ്സാണ്. ഓ അടിപൊളി. പോക്കിരി രാജ, ചട്ടമ്പി നാട്, ക്രേസി ഗോപാലൻ. ഇതിൽ 2 ഉത്തരങ്ങൾ ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സുശീല ടീച്ചറാണ്. ഇന്ന് ആദ്യം മത്സരിക്കുന്നത് സുശീല ദേവി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി. മെയ്ഡ് ഇൻ 916 കൊല്ലം. കോമേഴ്സാണ് എൻ്റെ ടീച്ചിങ് സബ്ജക്റ്റ് എങ്കിലും ഇപ്പോൾ കോമഡിയാണ് എൻ്റെ ടച്ചിങ് സബ്ജക്റ്റ്. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് പണ്ടത്തെ കുട്ടികളെ കുറിച്ചാണ്. എന്താണ് ഈ പണ്ടത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ 1990 മുതൽ 95 വരെ അവരുടെ പഠിത്തമൊക്കെ പൂർത്തിയാക്കിയ ആൾക്കാരാണ് പണ്ടത്തെ കുട്ടികൾ. അവരെന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കളങ്കതയുടെ നിറകുടങ്ങളാണ്, പൊട്ടിത്തകരാത്ത പൊന്നും കുടങ്ങളാണ്, നേരിൻ്റെ തങ്കക്കുടങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. ഇങ്ങനെ ഇവരെന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് ഈ എന്തുവാ പോത്ത് ജീവിതം, ആട് ജീവിതം, ആ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെടുന്നവരാണ് നാച്ചുറൽ ലെവൽ. അതായത് എന്തുവാ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കും ഉണ്ടായിരുന്നു പോപ്പിക്കുടകൾ. അവരുടെ പോപ്പിക്കുടകൾ എന്ന് പറഞ്ഞാല് റെയിനി സീസൺ ആകുമ്പോഴത്തേന് ഈ വാഴയിലയും അതുപോലെ തന്നെ ചേമ്പിന്റെ ഇലയൊക്കെ ആയിരിക്കുന്നു അവരുടെ പോപ്പിക്കുടകൾ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവരൊരു ഗ്ലാസ് വെള്ളത്തിലങ്ങ് കുടിച്ചങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ചെവിയൊന്നും അറിയത്തില്ല. അല്ല, സാധാരണ കോഴി മുട്ടയിട്ടാൽ ഇട്ട വിവരം മറ്റുള്ളവരെയൊക്കെ അറിയിക്കത്തില്ലയോ? അതുപോലൊന്നും അല്ല പണ്ടത്തെ കുട്ടികളല്ലോ, ഇട്ട വിവരം ആരെയും അറിയിപ്പിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. പിന്നെ ഇവരുടെ സംബന്ധിച്ചെന്ന് കാലിൽ ആണി ഉണ്ടായത് കൊണ്ടാണോ ചെരുപ്പില്ലാത്തത് കൊണ്ടാണെന്നോ ഇവർക്ക് മറ്റുള്ളവരൊന്നും വഹിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എടുത്തുചാട്ടക്കാരും അല്ലായിരുന്നു. ഈ പേരൻസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമാൻഡ് ക്വയറ്റായിരിക്കും, ഒരക്ഷരം തിരിച്ചു പറയത്തില്ല. ഒള്ളി എക്സ്പ്രഷനിലൂടെ ആയിരിക്കും അവർ പ്രകടമാക്കുന്നത്. 3 എക്സ്പ്രഷനിലൂടെയാണ് അവർ പ്രകടമാക്കുന്നത്. ഇനി പേരൻസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, നീ എന്തെങ്കിലും ഇന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുമെങ്കിലും ഇവരങ്ങനെ പറയത്തില്ല കേട്ടോ. ഇവർ പറയത്തില്ല, എക്സ്പ്രഷനിലൂടെയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ കുളക്കടവിലെ കുണ്ടംമാക്രിയെ പോലാണ്. ഇത് കുളക്കടവിലെ കുണ്ടംമാക്രി, കുളക്കടവ് കണ്ടിരിക്കണം, കുണ്ടംമാക്രിയെ കണ്ടിരിക്കണം. പണ്ടുള്ള കുട്ടികൾ കുണ്ടംമാക്രിയെ കണ്ടിട്ടുണ്ട്. അതായത് കണ്ണ് മാത്രം ഇങ്ങനെ തുറിച്ചിങ്ങനെ നിൽക്കും, ഒരക്ഷരം മിണ്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എങ്ങാണ്ട് പോക്കറോ എന്ന് പറയും. ഈ പോക്കറോ എന്ന് പറഞ്ഞത് നോക്കാം എന്നാണേ.
ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥി ഒരാഴ്ച കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് കേട്ടോ. ഇനി എനിക്കതെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. ഞാൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. 108 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ഞാൻ തോറ്റത്. അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ വിഷമം. എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നോക്കുന്ന നോട്ടമല്ലേ നോക്കിയത്. ഞാൻ 3 മാസം വെളിയിലോട്ട് ഇറങ്ങിയില്ല. പിന്നെ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ തോന്നിയില്ല. എന്നാ ഇവിടുത്തെ നോക്കിയേ, ഒരാഴ്ച കഴിഞ്ഞിട്ടോട്ട് ഇറങ്ങുവാണേ ആര്, ഈ ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥികൾ എങ്ങനെയാ നോക്കുന്നത്? മിണ്ടത്തില്ല, അവർ മിണ്ടാട്ടമില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആ എക്സ്പ്രഷനിലൂടെയാണ് പോകുന്നത്. അതായത് പബ്ലിക്കിൽ നിന്ന് അവർക്കൊന്നും റിയാക്ഷൻ ഇങ്ങോട്ടും കിട്ടണ്ട, ഇവരങ്ങോട്ടൊട്ട് പറയത്തുമില്ല. അതാണ്, അതായത് പേരൻസ് എന്തെങ്കിലും ചോദിച്ചാലുള്ള റിപ്ലൈ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞത്, ഈ വണ്ടി ടൂ വീലറിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലേഡീസാണ് സാധാരണ മറിഞ്ഞടിച്ച് വീഴുന്നത്. അവർ വീണ് കഴിഞ്ഞാൽ ഒരൊറ്റ കിടപ്പം കിടക്കും. പിന്നെ പതുക്കെ ഒന്ന് തലപൊക്കി നോക്കും, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓട്ടം നോക്കും. നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവർ വണ്ടി പൊക്കത്തില്ല. ആദ്യം വണ്ടിയല്ല എഴുന്നേക്കുന്നത്, അവർ പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. വണ്ടി പൊക്കാൻ വേറെ ആരെങ്കിലും കയറി വരും, പൊക്കിക്കൊണ്ട് വെച്ചോളും. ആ റിയാക്ഷനിലൂടെയാണ് എന്തോ നടക്കുന്നത്. ഈ പേരൻ്റ് എന്തെങ്കിലും പറയുമ്പോഴത്തുള്ള അവരുടെ ഒപ്പീനിയൻ അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ പണ്ടത്തെ കുട്ടികളുടെ വിവാഹ ജീവിതം, പണ്ടത്തെ തലമുറയുടെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞത് ജാതകം, പൊരുത്തം, വിശ്വാസം എന്നതിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് ആണിനോ പെണ്ണിനോ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവൻ്റെ കല്യാണം നടക്കണമെങ്കിൽ 30 വയസ്സെങ്കിലും ആവും. ഈ ജ്യോത്സ്യനൊക്കെ കല്യാണത്തിനായിട്ട് ഈ അവരുടെ ജാതകങ്ങളൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് രാഹുവും കേതുവും ശനിയും ചൊവ്വയൊക്കെ എവിടെങ്കിലും പോയി കിടക്കുമായിരിക്കും. അപ്പോഴത്തേനും ജ്യോത്സ്യം പറയും, എടാ രാഘവേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിന്നെ മാറ്റി ചെയ്തോണം നോക്കട്ടെ. പിന്നെ ശനിയോടെ പോയി കിടക്കും, അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരിക്കും. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ആ ശനി എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ അപ്പോഴിതാണ്ട രാഘവും ശനിയെ കയറി വന്നോളൂ, പിന്നെ ചൊവ്വ വന്നില്ല. എടാ ചൊവ്വ, നീ എവിടെ പോയി കിടക്കുവാടാ? നീ കാരണമല്ലേടാ ഈ ആണും പെണ്ണും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതുങ്ങളുടെ കല്യാണം നടക്കുമോ? മര്യാദയ്ക്ക് ഇറങ്ങി വാടാ. പിന്നെ ചൊവ്വയും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് കല്യാണവും നടത്തി അതിൻ്റെ കതിനാവടിയും പൊട്ടി കഴിയുമ്പോഴത്തേന് പാപം പിടിച്ച പണ്ടത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ ആ കല്യാണപ്രായം ചൊവ്വാദോഷം ഉള്ളതിൻ്റെ ആണേ, വേറെയൊന്നും അല്ല. 30 അല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിലോ, പഠന സമയത്ത് തന്നെ 100 സപ്ലി ഉണ്ടെങ്കിലും അവരുടെ സേവ് ദ ഡേറ്റ് അവരവരുടെ പേരൻസിനെ അറിയിച്ചിരിക്കും. പേരൻസ് ആണെങ്കിലോ ഈ കെണിപ്പട്ടിയിൽ അകപ്പെട്ട അതുണ്ടല്ലോ, കെണിപ്പട്ടിയിൽ ആരാ അകപ്പെടുന്നത്? എലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം ആവശ്യമായിട്ട് ദാറ്റ് മീൻസ് നടത്തിത്തരാൻ, അത്രയായിരിക്കും കേട്ടോ. അതങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരു ചൊവ്വാദോഷവും ഇല്ല. അവിടെ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യാറുമില്ല. ഇനി പണ്ടത്തെ കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് പാരകൾ തകർത്ത ജന്മമായിരുന്നു. പാരകൾ തകർത്ത ജന്മം. ആരൊക്കെയായിരുന്നു പാരകൾ? അമ്മാവന്മാര്, ചിറ്റപ്പന്മാര്, അപ്പുറത്തെ കുരു വന്ന വല്യച്ഛനും വല്യമ്മച്ചിയും, ഏതാണ്ട് കണ്ടം പൂച്ചയുടെ ലുക്കുള്ള ഒരു അമ്മാവൻ ഇങ്ങോട്ട് കയറി വരും. അതോ അത് നടക്കുന്ന നടപ്പോ 4 വീലുകളും ഈ പഞ്ചറായ അല്ലെ 4 കാലും കാറ്റുപോയ ഓർഡിനറി വണ്ടി ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങോട്ട് നടന്നു കയറി അങ്ങോട്ട് വരും. എന്ത് പറഞ്ഞാലും കുറ്റമാണ്. പിള്ളേരെ എന്തെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിക്കാന്ന് വെച്ചാൽ അതിനെ അവർ വേറെ ഏതാണ്ട് ബോംബിട്ട പോലെ അങ്ങോട്ട് കാണിച്ചിട്ട് ഇവർക്ക് വധശിക്ഷ മേടിച്ചു കൊടുക്കുന്ന സുപ്രീം കോർട്ട് ജഡ്ജാണ് ആര്? അമ്മാവന്മാർ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇവരിങ്ങനെ ഉപദേശിച്ച് അഡ്വൈസ് ചെയ്ത് ഇവർക്ക് റീചാർജ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആർക്ക്? പണ്ടത്തെ കുട്ടികൾക്ക്. ഇത് ഈ അങ്ങനെ അഡ്വൈസ് കൊടുത്ത് തന്നെ അവസാനം ഈ അമ്മാവന്മാരും പേരൻസും എങ്ങനെ ആവുമെന്നറിയാമ്പോഴത്തേന് പിന്നെ ഈ എലിവിഷം കഴിച്ച പെരിച്ചാഴി ഉണ്ടല്ലോ, കോവളം ബീച്ചിൽ കിടക്കുന്ന പോലെ ഒരു കിടപ്പം കിടക്കും. എന്ന് പറഞ്ഞാൽ അത്രത്തോളം അഡ്വൈസാണ് ഇവർ കൊടുത്തത്. അഡ്വൈസ് കിട്ടിയാലും അവർക്ക് അത്രയും നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു വേറെ കാര്യമുണ്ട്. സ്കൂളിൽ ചെന്ന് നമ്മൾ പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേന് പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടത്തില്ലയോ? പണ്ടുള്ള കുട്ടികൾക്കെ കിട്ടത്തില്ല. ഇപ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ടൊന്നും ഇല്ല. പ്രോഗ്രസ് റിപ്പോർട്ടും കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് പേരൻസിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേന് അവർക്ക് എന്തൊരു ഗമയാണെന്നറിയാമോ? അവിടെ ക്ഷമാപണവും പൊട്ടിക്കരച്ചിലും ജഗപൊകയൊക്കെ നടന്നാലും ഇവർ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ആദ്യം ഒന്നും ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഒപ്പിട്ട് കൊടുക്കാതെ പിന്നെ അവരങ്ങോട്ട് നോക്കും, നീ കണക്കിനങ്ങ് കുറഞ്ഞു പോയല്ലോടാ. അന്നേരം ആ പാവം കൊച്ചു പറയും, എന്നാലും ഞാൻ ബയോളജിക്ക് അങ്ങ് കയറിയില്ലയോ, നീ ഇംഗ്ലീഷിനങ്ങ് താന്നു പോയല്ലോ, ഞാൻ മലയാളത്തിനങ്ങ് പൊങ്ങി നിൽക്കുമല്ലയോ, നീ ഹിന്ദിക്ക് എന്താടാ മാർക്ക് അങ്ങോട്ട് കയറ്റമൊന്നും വരുന്നില്ലല്ലോ,
ഞാൻ ഹിസ്റ്ററിക്ക് അങ്ങ് കയറി പോകുന്നില്ലയോ? അതിനെങ്കിലും നിങ്ങളൊന്ന് ഒപ്പിട്ട് തരാൻ പറയും. അവസാനം ഒപ്പും മേടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനത്തോടു കൂടിയാണ് പോകുന്നത്. ഇപ്പോഴാ സിസ്റ്റം അങ്ങനെയൊന്നും ഇല്ല. ഇനി സ്കൂൾ കാലഘട്ടം ഒന്നും പറയണ്ടേ ദൈവമേ. ഈ അവിടെ ആദ്യമായിട്ടൊരു കണക്ക് സാറും പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ടീച്ചറുമായിരുന്നു അവരുടെ ഒന്നാം തരം പാരകൾ. ഈ കണക്ക് സാർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല. ബിന്ദു, രേഖ, സർക്കിള്, വൃത്തമുണ്ടല്ലോ, അതെല്ലാം കൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടുകാരികൾ ചോദിക്കും, ഈ ബിന്ദുവിനെയും രേഖേനെയും ഇതുവരെ കെട്ടിച്ചു വിടാനായിട്ടില്ലയോ? എന്തിനാണ് ഇപ്പോഴും ഈ കണക്ക് സാർ ഇതും വെച്ചോണ്ടിരിക്കുന്നതെന്ന്? എന്തിനാണ് ഇത് വെച്ചോണ്ടിരിക്കുന്നത്? ബിന്ദുവിനെ രേഖേനെ ഒരു കുത്തും വരച്ചിട്ട് ഒരു വരയും വരയ്ക്കും. ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ? ആറ് വിടത്തില്ല. പിന്നെ ഒരു സർക്കിള്. ഈ സർക്കിള് വരയ്ക്കുന്നത് എന്തൊക്കെയാണ്? ഈ ബോർഡ്സിനകത്തിരിക്കുന്ന ഞാൻ പറയാനുള്ള കണക്ക് സാറിന് ആദ്യമേ പഠിപ്പിക്കേണ്ടത് കണക്കിൻ്റെ ചാപ്റ്റർ അല്ല, ആ ബോക്സിനകത്തിരിക്കുന്ന ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, കണ്ടൻസോ ബോക്സ്. ഈ കണ്ടൻസോ ബോക്സിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ യൂസസ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സാധനങ്ങളാണ്. ഇപ്പം എൻ്റെ അടുത്ത് അന്ന് കൊച്ചു കുട്ടികളോട് അവരോട് ചോദിക്കും, നിൻ്റെ പൊട്രാക്ടർ എവിടാന്ന് ചോദിക്കും, നിൻ്റെ ഡിവൈഡർ എവിടാന്ന്. നമുക്കൊരു ഒന്നും അറിയത്തില്ല. എന്നാലും അതിലേതാണ് പൊട്രാക്ടർ, അതിലേതാണ് ഡിവൈഡർ, അതിലേതാണ് കോമ്പസ് ഒന്നും അറിയത്തില്ല. പൊട്രാക്ടർ വെച്ചാലും ഡിവൈഡർ വെച്ചാലും കോമ്പസ് വെച്ചാലും മൊത്തത്തിൽ അങ്ങ് ബോക്സ് എടുത്ത് കൊടുക്കും. നീ അതിനകത്ത് ഏതാന്ന് വെച്ചാൽ അങ്ങ് എടുത്തോളാൻ പറയും. നമുക്കിതൊന്നും അറിയത്തില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട മര്യാദ ഈ കണക്ക് സാറിന് ഇല്ലയോ? ഉണ്ടല്ലോ. സർക്കിൾ വരയ്ക്കാൻ പറയും. സർക്കിൾ വരയ്ക്കാനായിട്ട് എന്തോ ഉള്ളത്? ഒന്നുമില്ലെന്നേ. മണ്ട പോയ തെങ്ങിൻ്റെ കൂട്ടുള്ള 2-3 കുറ്റി പെൻസിലുകളുണ്ട്. ഇതുകൊണ്ടല്ലേ സർക്കിൾ വരയ്ക്കാൻ ഒക്കുവോ? പിന്നെ അതുപോലെ തന്നെ ഫിഗർ പോയ 3-4 കഷ്ണം ഫിഗർലെസ് സ്കെയിലുകളുണ്ട്. ഈ സർക്കിൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തോത്തിനകത്താണ് വരയ്ക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. കോമ്പസ് എടുക്കാൻ പറയും. വേറെ ഏതാണ്ടൊക്കെ എടുക്കും. പിന്നെ ആരെങ്കിലും എന്തോ എടുക്കും നോക്കുമ്പോഴത്തേന് കുഴിയുള്ള ഏതാണ്ട് എടുത്ത് ഈ പെൻസിൽ അങ്ങോട്ട് കുത്തിക്കയറ്റും. പെൻസിൽ അങ്ങോട്ട് കുത്തിക്കയറാൻ ഒക്കത്തില്ല. പെൻസിൽ വെറും സ്കെൽറ്റാണ്. അതിന് 7-ാം മാസം കണ്ട പ്രസവിച്ചെന്ന് തോന്നുന്നു. അതിന് പ്രതിരോധ ശക്തി ഇല്ല. അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, ആരോഗ്യമൊന്നുമില്ല. അതിനങ്ങോട്ട് കുത്തിക്കയറ്റി കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് ഇരിക്കത്തില്ല. ഇരിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരിച്ചിരി പേപ്പർ എടുത്തതിനകത്തോട്ടൊന്ന് കുത്തിക്കയറ്റിയിട്ട് അതിനെ റെഡിയാക്കി അങ്ങെടുത്ത് ഒരൊറ്റ വരപ്പങ്ങ് വരയ്ക്കും. കിട്ടത്തില്ല, സർക്കിൾ കിട്ടത്തില്ല. മോഹൻലാൽ സർക്കിളാണ് കിട്ടിയത് എനിക്ക്. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് അടി വീണു. മോനെ പോയി. എൻ്റെ അല്ല, പെൻസിലിൻ്റെ. പിന്നെ നമ്മൾ കുറിപ്പിക്കാൻ പോകണം. പിന്നെയും എന്തോ കുറിപ്പിക്കാൻ പോകണമെങ്കിൽ നമുക്ക് കട്ടറുണ്ടോ? ഇല്ല. എത്ര പേരോട് ഇരന്നിട്ടാണെന്നറിയാമോ ഒരു കട്ടർ മേടിക്കുന്നത്? ഈ യമകണ്ഠ കാലവും പുളിക കാലവും വേറെ ഏതാണ്ടൊക്കെ കാലം കൂടെ കയറി വരുമ്പോഴാണ് പിന്നെയും കയറി വരുന്നത് ഒരു ഹിന്ദി ടീച്ചർ. എന്തോത്തിനാ? ഈ ഹിന്ദി ടീച്ചർ അങ്ങ് പഠിപ്പീടാണ്. ഏക്ക് 2 3 4 5 6 7 8 9 10 അത്രയും മാത്രമേ സത്യത്തിൽ എനിക്കറിയത്തുള്ളായിരുന്നു. ഫ്രണ്ട് ബെഞ്ചിലാണ് എന്നെ കൊണ്ട് ആരോണ്ട് ഇരുത്തി. എന്നോടുള്ള വിരോധം കൊണ്ടാണെന്ന് അറിയത്തില്ല. ഫ്രണ്ട് ബെഞ്ചിലാണ് കൊണ്ട് ഇരുത്തിയത്. എന്തിനാ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് എന്നോട് ആദ്യമേ തൊട്ട് ടീച്ചർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഞ്ചിൽ അതാ ഏക് തൊട്ട് തുടങ്ങാൻ പറയും. 50 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഏക്ക് 2 3 4 5 7 8 9 10 വരെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. എല്ലാവരും നിൽക്കും. എല്ലാത്തിനും അടിയും കിട്ടും. അടി കിട്ടി കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ നോക്കിച്ചിരിക്കും. പിറ്റേന്ന് ടീച്ചർ ഇങ്ങോട്ട് വരും. ലാസ്റ്റിൽ തുടങ്ങും ഏക്ക്. ലാസ്റ്റിൽ തുടങ്ങിയ ഏക്ക് എന്തോ 10 കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. ഫ്രണ്ടിൽ ഞങ്ങൾക്ക് അടി കിട്ടും. അത് ഷുവറാണ്. ഈ ഏക്ക് 2 3 4 50 വരെ പഠിപ്പിക്കുന്ന ടീച്ചർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹിന്ദിക്ക് എന്തിനാ ഏക്ക് 2 3 4 പഠിപ്പിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ 1 2 3 പഠിച്ചിട്ടില്ലയോ? 100 വരെ എന്ത് പാടുപെട്ടാ പഠിച്ചെന്നറിയാമോ? പിന്നെ മലയാളത്തിൽ നമ്മൾ 1 2 3 പഠിക്കുന്നില്ലയോ? പിന്നെ എന്തിനാ ഹിന്ദിക്കകത്ത് ഈ ഏക്ക് 2 3 4 കയറി വരുന്നത്? എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? പിള്ളേരെ എങ്ങനെ വഷളാക്കാൻ വേണ്ടി? പിള്ളേർക്ക് വയ്യ. വീട്ടിൽ ചെന്നാലോ അമ്മാവന്മാരും ചിറ്റപ്പന്മാരും പിന്നെ പേരൻസും, ക്ലാസ്സിലോട്ട് വന്നാലോ കണക്ക് സാറ്, പിന്നെ ഹിന്ദി ടീച്ചർ, ഇവരെയൊക്കെ കൊണ്ട് മനമെടുത്ത ജന്മങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നു പണ്ടുള്ളത്. ഒരു ദിവസം ഈ ഏക്ക് 2 3 4 എന്തായാലും ഫസ്റ്റിൽ നിന്ന് തുടങ്ങും, ലാസ്റ്റിൽ നിന്ന് തുടങ്ങും. ടീച്ചറിന് ട്രിക്ക് മനസ്സിലായി. അവസാനം ഞാനാണ് എൻ്റെ നോട്ടപ്പുള്ളി. എന്നോടൊരു പ്രാവശ്യം ടീച്ചർ പറഞ്ഞു, നീ നാളെ വരുമ്പോൾ 1 മുതൽ 50 വരെ ചൊല്ലുകയും വേണം, എഴുതി തരികയും വേണമെന്ന്. സത്യത്തിൽ അന്ന് കിടുങ്ങിപ്പോയതാണ് എൻ്റെ കിടുങ്ങാച്ചിയമ്മ പുരസ്കാരം. അത് വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സ്കൂൾ തലം വിടേണ്ടി വന്നു. അതായത് കോളേജ് തലത്തിലായപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഹിന്ദി എന്താണെന്ന് അറിയാവുന്നത്. ഓക്കെ, നമസ്കാരം. ചേച്ചി നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു ടീച്ചറെ. നല്ല ഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളെല്ലാം പലതും നമുക്ക് കണക്ട് ചെയ്യുന്ന വിഷയങ്ങളായിരുന്നു. ഈ ഇൻസ്ട്രാം ബോക്സിനകത്ത് പറഞ്ഞ കഥകളൊക്കെ ഞാനൊക്കെ ആലോചിക്കുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ അന്ന് കാലത്ത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഇമേജ് ഉള്ള 2 സാധനങ്ങളുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. ഒന്ന് മണമുള്ള റബ്ബർ. നമ്മുടെയൊക്കെ റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് വെട്ടി പോലത്തെ റബ്ബർ. 3 പ്രാവശ്യം തേച്ചാൽ പേജ് കീറിപ്പോലെ, അല്ലാണ്ട് മാഞ്ഞു പോവില്ല. ആ പേജും അതിന്റെ താഴെയുള്ള പേജും കീറിപ്പോവും. ഇവന്റെ കയ്യിൽ റബ്ബറിന് നല്ല മണമാണ്. അവന്റെ നല്ല സൂപ്പർ മണമുള്ള സാധനം മാത്രമല്ല, അവന്റെ കയ്യിൽ സ്കെയിൽ അവന്റെ അച്ഛനെ കണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ട് കൊടുത്തിട്ട്
ഇങ്ങനെ ആട്ടുമ്പം ഒരാള് നടക്കണ പോലെ തോന്നും. ഓ മറ്റേ ഇങ്ങനെ വെക്കുമ്പോ ഒരു പടം മെർക്കുറി ഇട്ട് മെർക്കുറി അല്ല, എന്തോ ഒരു 2 പടം. അത് ഇങ്ങനെ ആക്കുമ്പം ഒരു പടം, ഇങ്ങനെ ആക്കുമ്പോ ഒരു പടം, ഇങ്ങനെ ആക്കുമ്പോ ഒരു പടം, ഇങ്ങനെ ആക്കുമ്പോ ഒരു പടം എന്നുള്ളവനെ ഇവനൊക്കെ അന്ന് ഒരു രാജാവാന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഈ സാധനം കണ്ടിട്ടേ. പിന്നെ ഇതിനകത്ത് ഈ കോമ്പസ് എനിക്കറിയാം. ഈ കോമ്പസിന്റെ കൂടെ 2 സൈഡിലും സൂചിയുള്ളൊരു സാധനമുണ്ട്. ഡിവൈഡർ. അതെന്തിനാന്ന് ഇന്നും എനിക്കറിയത്തില്ല. ദയാനക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ ബാക്കി ഞാൻ സംസാരിക്കാം. ഡിവൈഡർ നമ്മള് പല്ലിനിട കുത്താനോ എന്താ? ഇല്ല ഇല്ല ഇല്ല, എന്റെ ഓർമ്മയിൽ അതായത് നമുക്കിപ്പം സ്കെയിൽ 5 സെന്റിമീറ്റർ അളവ് എടുക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡറിൽ എടുത്തിട്ടാണ് നമ്മൾ അത് പിന്നെ അത് ഡിവൈഡറിൽ എടുത്തിട്ട് ഡിവൈഡർ സ്കെയിലിൽ നിന്ന് എടുക്കും. എന്നിട്ട് ആ അളവാണ് നമ്മൾ പേപ്പറിലേക്ക് വെച്ച് ആ പേപ്പർ അതിന്റെ 2 അറ്റത്ത് സൂചിയല്ലേ, അത് കോമ്പസിൽ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് കോമ്പസ് കൊണ്ടാണല്ലോ. അപ്പൊ ഈ സ്കെയിലിൽ ഈ കോമ്പസ് വെച്ചാലേ നിങ്ങൾക്ക് ഈ അളവ് കിട്ടുമല്ലോ. അത് അപ്പൊ ഈ 2 സൈഡിലും കൂർമ്മനുള്ള സാധനത്തിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും രണ്ടിന്റെ ഉപയോഗം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കോമ്പസ് നമുക്ക് ഈ ഡിവൈഡർ കണ്ടുപിടിച്ച ആൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അയാളത് കണ്ടുപിടിച്ചു പോയില്ലേ, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ലേ? അതിട്ട് തന്നെ എന്തായാലും എനിക്ക് അറിയാവുന്നവര് പറഞ്ഞ ടീച്ചർ പറഞ്ഞാ. ഏതാ വിഷയം? കൊമേഴ്സോ? ഞാൻ കൊമേഴ്സ്. കോമേഴ്സ്. എനിക്ക് കണക്ക് ടീച്ചറിനെ കണ്ടുകൂടായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കിതിന്റെ വേദന കൃത്യമായിട്ട് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? ഞാനൊരു ദിവസം വീട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ സ്കൂൾ വിട്ട് എൻ്റെ മോൻ വന്നു. എൻ്റെ ബാഗൊക്കെ നിലത്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നോക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ TV കണ്ടോണ്ടിരിക്കുക. ഇവൻ ഒരു റൗണ്ട് എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോയി, എന്നിട്ട് റൗണ്ട് അവളെ ഉണ്ണാൻ വിളിച്ചപ്പം എന്നെ ക്രോസ് ചെയ്ത് അങ്ങോട്ടോട്ട് തിരിച്ചു വന്ന് എൻ്റെ മുഖത്തോട്ട് ചോദിച്ചേ, അച്ഛന് സ്കൂളിലൊന്നും പോണ്ടേ എന്ന് ചോദിച്ചു എൻ്റെ മോൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞേടാ, ഞാനിതൊക്കെ ആലോചിച്ചാണ് അച്ഛൻ്റെ കാര്യം. അച്ഛന് സ്കൂളിൽ പോകണ്ട, ബുക്ക് എടുത്ത് വെച്ച് പഠിക്കണ്ട, നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പേടിക്കണ്ട, ഏതായാലും ടീച്ചർ ചെവിക്ക് പിടിക്കുമെന്ന് പേടിക്കണ്ട, ആകെ 3-4 ലോണുണ്ട്, ബാങ്കിൽ നിന്ന് വിളി വരുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ അനുഭവിച്ചതായിരുന്നു കേട്ടോ. എന്തായാലും കുറെ വർഷങ്ങൾക്ക് മുന്നേ നടന്നിരുന്ന ഒരു കാര്യം, മറന്നു കിടന്നിരുന്ന ഒരു കാര്യം സുഖമായിട്ട് ടീച്ചർ ഓർമ്മിപ്പിച്ചു. അത് ഇനി ഒരിക്കലും ഓർക്കല്ലേ എന്നാണ് പേടി. അപ്പൊ ശരിക്കും ഇത് ടീച്ചറിന്റെ ഒരു കഥനകഥ തന്നെയാണ് അല്ലേ? അത് എനിക്ക് പറഞ്ഞപ്പോ തോന്നി. കാരണം ആദ്യം പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലെ പഴയ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ തീർന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എന്റെ അങ്ങനെ ശരി. എന്തായാലും നമ്മുടെ സുശീല ചേച്ചിയുടെ പെർഫോമൻസ് ഗംഭീരമായി. മാർക്സ് അറിയാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് കേദറിൻ. പൂരങ്ങളുടെ പൂരപ്പറമ്പായ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ തൃശ്ശൂർക്കാർക്ക് അവരുടെ ഒരു വീക്ക്നെസ്സാണ് തേങ്ങ. എന്തിന് ഏതിനും തേങ്ങ. ഇപ്പം ഞാൻ തേക്കുന്ന വെളിച്ചെണ്ണ തന്നെ നിത്യയൗവനാദി വെളിച്ചെണ്ണയാണ്. അതുകൊണ്ടാണ് എൻ്റെ ചർമ്മം കണ്ട പ്രായം തോന്നുകയേ ഇല്ല. ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി തരുന്ന ആളാരാന്നറിയോ? എൻ്റെ കെട്ടിയവനാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പാറിലെ കഷ്ണങ്ങൾ പോലെയാണ്. ഒഴിച്ചുവിടാൻ പറ്റാത്ത വാക്കുകൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ അതില്ലെങ്കിൽ തൃശ്ശൂരില്ല, അല്ല സാമ്പാറില്ല. ആ കഷ്ണങ്ങളാണ് കിടാവ്, ശവി, എന്തൂട്ട്, അങ്ങനെ പോണു വാക്കുകൾ. ഇതൊക്കെ ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ സ്വന്തമാണ് കേട്ടാ. അത് നിങ്ങൾക്ക് ആർക്കും അത് പങ്കുവയ്ക്കാൻ പറ്റില്ല. തേങ്ങ വറുത്തരയ്ക്കാണ്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല. തേങ്ങയിൽ അതുപോലെയാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ. നിങ്ങൾ കേട്ടിട്ടുണ്ടാ? നിങ്ങൾ എന്തൂട്ട് തേങ്ങ പറയണത്? കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുത്താച്ച രക്ഷിതാക്കൾ ഇങ്ങട് ടീച്ചർ എന്തൂട്ട് തേങ്ങയിലത്തെ ഹോംവർക്കായി കൊടുത്തയച്ചിട്ടുള്ളത് ഒരു കൂട്ടും മനസ്സിലാവണില്ലല്ലോ. അതുപോലെ തന്നെ 4 മണി സ്കൂൾ വിട്ട് വരാൻ നേരം വൈകിയ കെട്ടിയവൻ ചോദിക്കും, എനിക്ക് 4 മണി കഴിഞ്ഞാൽ അവിടെ സ്കൂളിൽ എന്തുട്ടാ പണി? ഇപ്പൊ ഇവിടേക്ക് വരാൻ തന്നെ സാരി എടുക്കാൻ നേരം വൈകിയപ്പോ കെട്ടിയവൻ, നീ എന്തൂട്ട് തേങ്ങ അവിടെ എടുക്കണേ? ഇങ്ങനെ 24 മണിക്കൂറും ഈ തേങ്ങ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ചെന്ന് നോക്കിയാണ്ടല്ലോ, കറിയിൽ അരയ്ക്കാൻ ഒരു മുറി തേങ്ങ ഉണ്ടാവില്ല, ഒരു പുണ്ണാക്കും ഉണ്ടാവില്ല. കാലം പോയി കഥ മാറി എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇന്നലെ ഒരു ഗഡിഗിര മോളുടെ കല്യാണത്തിന് പോയി. കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ലാന്ന് കേട്ടിട്ടുണ്ടാ? അതേപോലെ അവസ്ഥ. സദ്യയൊക്കെ നല്ല സദ്യയായിരുന്നു. ഉണ്ട് കഴിഞ്ഞ് പുറത്ത് കിടന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കണ കിടാവിനോട് പറഞ്ഞേ, പൊള്ളിച്ചുട്ടാ സദ്യ എന്ന് പറഞ്ഞു. അപ്പം ആ ചേക്കുണ്ടല്ലോ മുഖത്തടിക്കണ പോലെ 2 ഡയലോഗാ എന്നോട് പറയാ, ഈ ജാതി ഡയലോഗൊന്നും ഇവിടെ വേണ്ട കേട്ടാ, നിങ്ങൾ കഴിക്കാൻ വന്നാലേ കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി.
കേട്ടപ്പിണ്ടല്ലോ എൻ്റെ പെരുവരലും കൂടെ കേറി അങ്ങോട്ട് ഒരു അരിശം. ചെക്കനെ എന്താ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചേ ഈ ഏതട ഈ ശവീന്ന് ചോദിച്ചു. പിന്നെ കിടാവല്ലേ പോട്ടേന്ന് വെച്ച് ക്ഷമിച്ചു. കല്യാണ ചെക്കനും പെണ്ണാന്ന് വെച്ചാൽ അവിടെ ചെക്കൻ വെള്ളുന്ന് കിടന്ന് ചിരിക്കുന്നുണ്ട്. പെണ്ണാന്ന് വെച്ചാൽ ഇങ്ങനെ സങ്കടത്തിലിരിക്കുന്നുണ്ട്. അറിയാം ഇവൻ്റെ ഒടുക്കത്തെ ചിരിയാന്ന്. നാളെ തൊട്ട് അവൻ കരച്ചിലാവും, പെണ്ണ് ചിരിച്ചു തുടങ്ങും. അവിടെ നിന്ന് ഒരു ബഹളം കേട്ടു തുടങ്ങി. എന്താണ് ഈ ബഹളം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെണ്ണിൻ്റെ പുടവ കൊടുന്നേലത്തെ പാവാടേരെ പീത്ത അത് കാണാനില്ല, താരി ഇടിപ്പിക്കാൻ മാർഗമില്ല. അവിടെ പൊരിഞ്ഞ വഴക്കായി. അപ്പോൾ ഒരു കള്ളക്കിടവ അമ്മാവുണ്ട്, അയാൾ ഈ പാവാടേരെ പീത്ത കൊണ്ടുപോയിട്ട് മുണ്ട് കെട്ടിയിറക്കുക. ഈ സാധനത്തിനായിരുന്നു അവിടെ പൊരിഞ്ഞ അംഗം. അങ്ങനെ അവസാനം അത് സോൾവ് ചെയ്തു. ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ കയറി പോന്നു. നിങ്ങൾക്കറിയോ ഈ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ മാർക്കറ്റ് ഏതാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ മാർക്കറ്റാണ് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്. കേട്ടിട്ടുണ്ടാ? ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ശക്തനായ അവിടെ ഒരു ആകാശപാത നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ ഞാനും കെട്ടിയവനും കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അവിടെ സേവ് ദ ഡേറ്റ്, ഡിവോഴ്സ് ഡേറ്റ് ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കോണി ഇറങ്ങി ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് വന്നത്. അപ്പം എനിക്കാന്ന് വെച്ചാൽ ഈ കടുമാങ്ങ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു നമുക്കൊരു കടുമാങ്ങ വാങ്ങിക്കണം. അപ്പം എൻ്റെ കെട്ടിയവൻ പറഞ്ഞേ നിനക്ക് എന്താ വീട്ടിൽ കടുമാങ്ങയില്ലേ, അത് പോരേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പൂത്ത കടുമാങ്ങ എനിക്ക് വേണ്ട. അങ്ങനെ കടുമാങ്ങ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വില ചോദിച്ചപ്പോൾ 125 രൂപ. അപ്പം ഞാൻ 4 കിലോ കടുമാങ്ങ പറഞ്ഞു. ആ പയ്യൻ അത് എനിക്ക് എടുത്തു തന്നു. ഇവിടെ മേശമ കൊണ്ടുവച്ചു. എൻ്റെ വില എത്രയാന്ന് ചോദിച്ചപ്പോൾ ഈ ചെക്കൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് അവനേക്കാളും വലിയൊരു തോണ്ടിപ്പെട്ടി എടുത്തിട്ട് കൂട്ടലും കിഴിക്കലായിട്ട് തോണ്ടലും കുത്തലായിട്ട് ഇങ്ങനെ നിൽക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, പിന്നെ തോണ്ടൽ കഴിക്കണില്ല. അപ്പോൾ ഔസേപ്പേട്ട മുതലാളി പറഞ്ഞേ ടീച്ചറെ നിങ്ങൾ എന്തുകൂട്ട് ജാതി കണക്കവനെ പഠിപ്പിച്ചിട്ട് വിടണത്? ഞാൻ 4ാം ക്ലാസ്സും കുസ്തിയുള്ള എനിക്ക് ഞാൻ മണിയായിട്ട് കണക്ക് പറഞ്ഞാലോ. ഈ ചെക്കൻ നേരെ എത്രയും നിൽക്കണമെന്നറിയോ? ഔസേപ്പേട്ടൻ്റെ ഒരു ഡയലോഗ്, ശവ്യേ പൈസ മേടിച്ചിട്ട് മേശയിലേക്ക് ഇട്ടാ ടീച്ചറേ എന്ന്. അപ്പം അവന് വന്നിട്ടുള്ളൊരു അരിശെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ അങ്ങോട്ട് അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാന്നുള്ള നിലയിലാണ്. അപ്പോഴേക്കും അവിടെ തുടങ്ങി നാങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം. കാര്യം ചോദിച്ചപ്പോൾ 1 കിലോ ചുവന്നുള്ളി കൊണ്ട് ഇറക്കാൻ പറഞ്ഞപ്പോൾ ഒരു ചാക്ക് വെളുത്തുള്ളി കൊണ്ട് ഇറക്കിയത്. വെളുത്തുള്ളിക്ക് സ്വർണത്തിൻ്റെ വിലയപ്പൊന്ന് കിലോന് 400 രൂപയ്ക്ക് മറ്റാണ് വെളുത്തുള്ളിയുടെ വില. പിന്നെ ഔസേപ്പേട്ടൻ്റെ ദേഷ്യം വരാതിരിക്കുമോ? പിന്നെ അവിടെ പേര് പറയുമ്പോൾ ഒക്കെ എണ്ണ ചേർത്തിട്ടാ പറയുക. എല്ലാവർക്കും ഉണ്ട് എണ്ണ, അത് മാർക്കറ്റിലത്തെ ഭാഷയാണ്. അപ്പോൾ അവരുടെ ധാരണയുണ്ടല്ലോ തൃശ്ശൂർക്കാരുടെ, ഞങ്ങളാണ് അക്ഷരമാലയിൽ എണ്ണ കണ്ടുപിടിച്ചതെന്നാണ് അവരുടെ ധാരണ. അങ്ങനെ എൻ്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടാ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് 100 രൂപയ്ക്ക് കിട്ടുന്ന കണ്ണിമാങ്ങ വാങ്ങിക്കാണ്ട് ഇവിടെ വന്നിട്ട് 125 രൂപയുടെ കണ്ണിമാങ്ങ വാങ്ങിച്ചു. ഇതിപ്പോൾ കൊച്ചിക്ക് കോണം മേടിക്കാൻ പോലെയായി ഇപ്പോൾ. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. വൈകുന്നേരമായി. അങ്ങനെ അവിടെ പാർക്കിൽ അവിടെ കോളേജ് പിള്ളേരുടെ എന്താ പറയുക ഫ്രീക്കന്മാരുടെയും ഫ്രീക്കത്തികളുടെയും വായ്നോട്ടവും അതിപ്രസരമൊക്കെയാണ്. പിന്നെ അവിടെ കണ്ട വൈബ് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ഞാൻ വളരെ രഹസ്യമായിട്ട് പറയാം. അവിടെ കണ്ട വൈബ് ഈ ഫ്രീക്കന്മാരുടെ തലയിൽ ഫ്രീക്കത്തിയോള് തല വെച്ച് കിടക്കുക. ഇത് കണ്ടപ്പോൾ എൻ്റെ കെട്ടിയോൻ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ, ഞാനും കുറച്ചു നേരം ഒന്ന് കിടന്നോക്കട്ടെ എന്താ സ്ഥിതി. അപ്പം ഞാൻ ശക്തൻ തമ്പുരാനോട് പറഞ്ഞു എൻ്റെ പൊന്നി ശക്തൻ തമ്പുരാനെ, ഈ ജാതി കാമൃതങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റണത്? ഞാൻ സമ്മതിച്ചു പോയി. അപ്പം എൻ്റെ കെട്ടിയോൻ പറയാ നിനക്ക് എന്താ അത്ര വലിയ കണ്ണുകടി? ആ പിള്ളേരൊന്നും അവിടെ അടിച്ചു പൊളിക്കട്ടെ അങ്ങോട്ട്, കാണുമ്പോഴൊരു സുഖല്ലേ? എനിക്ക് കണ്ടപ്പോൾ അത്ര വലിയ സുഖം, കേട്ടപ്പോൾ അത്ര വലിയ സുഖം തോന്നിയില്ല. ഞാൻ പറഞ്ഞേ നമുക്ക് പതുക്കനെ പോവാം. എന്താണെന്ന് വെച്ചാലേ നിങ്ങളെ ഇവിടെ നിർത്തി കഴിഞ്ഞാലേ നിങ്ങളും കൂടി ഫ്രീക്കനാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേഗം ഞങ്ങൾ നൈസായിട്ട് സ്കൂട്ടി മേറി ഞങ്ങൾ പോയി. അങ്ങനെ ഇന്നലെ ഞാൻ എൻ്റെ പേരക്കുട്ടീനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഇവിടെ തൃശ്ശൂർ ആശുപത്രിയിൽ, ഹൈടെക് ആശുപത്രിയാണ്. എൻ്റെ ആദ്യത്തെ പ്രസവമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്ന് പറഞ്ഞാൽ അന്നൊരു പരസ്യം ഉണ്ടായിരുന്നു, വേദനയില്ലാതെ പ്രസവിക്കാം എന്നുള്ളത്. അങ്ങനെ കേട്ട ഞങ്ങളുടെ പോലുള്ളവരൊക്കെ ഇന്നത്തെ 2 പവൻ്റെ പൈസയാണ് അന്നത്തെ വേദനയില്ലാതെ പ്രസവിക്കണേന്. അങ്ങനെ അവിടെ ചെന്നു.
അപ്പൊ എൻ്റെ പൂമ്പോടുന്ന് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞേ, മോളെ ഒരു ഉറുമ്പ് കടിക്കണ വേദന ഉണ്ടാവുള്ളൂട്ടാ, ഒരു വിഷമവും ഇല്ലാന്ന് പറഞ്ഞു. ചെന്നപ്പോഴല്ലേ ഉറുമ്പ് കുടുംബടക്കം വന്ന് കടിക്കണ വേദനയാ. എനിക്ക് ആ കുഞ്ഞമ്മേനെ കിட்ட കയ്യിൽ കിട്ടിയണ്ടല്ലോ, ഒറ്റ അരക്കിന് ഞാൻ വലിച്ചു കുട്ടിക്ക് ഞാൻ അതുപോലുള്ള അരിച്ചടന്ന് എനിക്ക്. അങ്ങനെ ലേബർ റൂമിലൊക്കെ കയറ്റി, കാലത്ത് കയറ്റിയതാ, എക്സ്പെരിമെൻ്റ് ടേബിളിൽ കിടത്തിയിട്ടുണ്ട്. ഉച്ചയായി, 4 മണിയായി. അപ്പം എൻ്റെ കെട്ടിയ നേഴ്സായിട്ട് തട്ടി കയറി തുടങ്ങി. നിങ്ങൾ എന്തുട്ട് അവിടെ എടുക്കണേ, എത്ര നേരമായി ഇവിടെ കെടുത്തിയാക്കണം ഈ ടേബിളുമേ. അപ്പം നേഴ്സ് ഈ നീർക്കോലി മൂത്തിട്ട് നീർമണലിയാവാന്ന് കേട്ടിട്ടുണ്ട, അജാതി റോളുള്ള ഹെഡ് നേഴ്സും കൂടെ വന്നൊരു വരവ്. നിങ്ങൾക്ക് എന്തുട്ട വേണ്ടേ? അതെ, ഇത് പ്രസംഗമല്ല, ഇത് പ്രസവാണ്, മനസ്സിലായ? ഫോട്ടോസ്റ്റാറ്റ് മിഷീനല്ല ഇതിനെ കയറ്റിയിട്ട് അതിനെ വിടാനായിട്ട്, മനസ്സിലായ? നിങ്ങളുടെ ഭാര്യ പ്രസവിക്കണത്, അല്ലാണ്ട് ആടും പോത്തൊന്നല്ല ഈ പ്രസവിക്കണത്. അപ്പം നിങ്ങളെ അടങ്ങി ഒതുങ്ങി അവിടെ അടുത്തിൽ ചെന്ന് നിൽക്കുക. പിന്നെ പുലി പോലെ വന്നെൻ്റെ കെട്ടിയുണ്ടല്ലോ, എലി പോലെയായിട്ട് അവിടെ ചുമരും ചാരിന്ന് കൊണ്ടെത്തിച്ചു തുടങ്ങി. അപ്പം ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നു. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേദന കൊണ്ടൊരു പാകില്ല, എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുത്ത്, എനിക്ക് മതിയായി വേദന തന്നിട്ട്. ഡോക്ടർ പറയാ, ഇതെന്നോട് പറയേണ്ടതല്ല, കെട്ടിയവനോട് പറയേണ്ടതെന്ന്. പിന്നെ ഈ ലേബർ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കെട്ടിയവനെ തെറി പറയാൻ പറ്റിയ സ്ഥലം ലേബർ റൂം, ആരും ഒന്നും പറയില്ല. അവിടെ കിടന്നിട്ട് കെട്ടിയവന്മാരിനെയും നാത്തുമാരിനെയൊക്കെ തെറി വിളിക്കുന്നുണ്ട്, കരച്ചിലേ. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണും പിള്ള, എൻ്റെ ഇക്കനെ കാണണം, എനിക്ക് എൻ്റെ ഇക്കനെ കാണണം. ഈ നേഴ്സിനോടേ ഇവിടെ വന്നൊരു വരവ്, നീ ഇത്ര നാൾ ഇക്കനെ കണ്ടിട്ട് ഞാൻ ലീവ് ഇതായത്, അതെ നീ അകത്തേക്ക് കയറ്, ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കിടന്നാൽ മതി. അങ്ങനെ എൻ്റെ അമ്മായിമ്മേരെ വിഷമം എന്താണെന്ന് വെച്ചാലേ, ഒരു 3 കിലോ ലഡു വാങ്ങിച്ചു കൊടുന്നിട്ടുണ്ട്, 2-3 ദിവസമായി അത് തുടങ്ങിയിട്ട്. അതൊക്കെ പൂത്തു എന്നുള്ള വിഷമം അമ്മായിമ്മയ്ക്ക്. എനിക്കാണെങ്കിൽ എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന എന്ന് പറയില്ലേ, അതേപോലെ എൻ്റെ അവസ്ഥ. അപ്പം അമ്മായിമ്മേരെ ദണ്ണം അത്ര വലുതാണ്. അങ്ങനെ ഒരു വിധമായിട്ട് പ്രസവം കഴിഞ്ഞിട്ട് പോകുന്ന ആശുപത്രിയിൽ. അങ്ങനെ വീട്ടിൽ വന്ന് എവിടെ നിന്നൊരു സമാധാനം കിട്ടാന്ന് വെച്ച് വീട്ടിൽ വന്ന് TV ഓണാക്കിയപ്പോൾ ഉണ്ടല്ലോ, കറുപ്പാണ്, വെളുപ്പാണ്, പെറ്റമ്മയ്ക്ക് സഹിക്കില്ല. എവിടെ ചെന്നാലും ഈ കലാകാരന്മാർക്കുണ്ടല്ലോ മെനക്കെടാണ്, എവിടെ ചെന്നാലും. ഈ സാധാരണ കലാകാരന്മാർക്ക് ഈ കലാപവാസന ഉണ്ടാവില്ല എന്നാ പറയാ, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ മെനക്കെട്ട് ചില കലാകാരന്മാർ കലാപം ഉണ്ടാക്കുകയാണ്. എവിടെ ചെന്നാലും ഒരു രക്ഷയില്ല. ഇപ്പം ഈ കഴിഞ്ഞ മാർച്ച് 8 ലോക വനിതാ ദിനമായിരുന്നു. അപ്പം അതിലെല്ലാം ആദരിക്കാനും പിന്നെ അതുപോലെ തന്നെ അവരുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വനിതകൾ തന്നെ അത് കെട്ടിയന്മാരുടെ ഷർട്ട് അടിച്ചു മാറ്റിയിട്ട് 100 ദിവസം പണിക്ക് പോയ സ്ത്രീകളെ ആദരിക്കാനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവർക്ക് 50 വയസ്സ് കഴിഞ്ഞവർക്ക് പന്ത് കളി, 80 വയസ്സ് കഴിഞ്ഞവർക്ക് ഉരുണ്ടുകളി, 90 വയസ്സ് കഴിഞ്ഞവർക്ക് സ്റ്റാൻഡപ്പ് കോമഡി. ഇത് ആദരവൊന്നും നടന്നില്ല, പകരം അതൊക്കെ അടിയന്തരത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. അടി നടന്ന അടി. ഇപ്പം ഞാൻ സാറേ വളരെ തിരക്കിലാണ്. ഇപ്പോൾ റിട്ടയേർഡ് ചെയ്താലും ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട് വെക്കേഷനിൽ. അതുപോലെ ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ഭയങ്കര അഡ്മിഷനാണ്. എന്ന് പറഞ്ഞാൽ വെറൈറ്റി കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. എൻ്റെ വീട്ടിൽ മാളു തത്ത, അവളുടെ കൂട്ടുകാരത്തി മീനു തത്ത, പിന്നെ മീനുകുട്ടി, പിന്നെ അവരുടെ സകലമാനം കൂട്ടുകാർക്കൊക്കെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ 2 ഉണ്ട് ഗുണം. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ക്ലാസ് തീരണ കാലം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഞാൻ പറയുന്ന തെറ്റുകൾ അവർക്കിത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഇനിയുണ്ട് കുറേ തൃശ്ശൂർ വിശേഷങ്ങൾ പറയാനായിട്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. കാതറിൻ ടീച്ചർ, ശരിക്കും തൃശ്ശൂർ പോയി കറങ്ങിട്ട് വന്നൊരു ഫീലുണ്ട് മൊത്തത്തില്. നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വലിയ സന്തോഷം എന്താണെന്നറിയോ ടീച്ചറെ, ടീച്ചർ ഇത്രയും വിദ്യാർത്ഥികളുള്ള അവിടെ പഠിപ്പിച്ചിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ടീച്ചറാണ് കേട്ടോ ഋഷഭപ്രഭേ. ഇത്ര അവാർഡൊക്കെ കിട്ടിയ ഒരാള് ചിലപ്പോൾ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഇത് കാണും, ചിലപ്പോൾ എനിക്ക് ഇവിടെ സക്സസ് ആവാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ബോധ്യം ഉണ്ടായിട്ടും ഇവിടെ വരികയും 2-3 അതിലധികമോ തവണകളായിട്ട് ഇങ്ങനെ പെർഫോമൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് ആദ്യം ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഗംഭീര കാര്യം.
ചില തമാശകളൊക്കെ പിന്നെ നമുക്ക് അത് നടന്ന സാഹചര്യത്തിൽ അവിടെ അന്ന് അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും വ്യക്തിപരമായി അറിയാവുന്നവർക്കൊക്കെ ചിരി വരും. അത് പുറത്തേക്ക് വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവിടെ നടക്കൂല. ഇപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഒരു കഥ പറഞ്ഞാൽ ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവും, അല്ലാത്ത ചില സ്ഥലങ്ങളിൽ അറിയില്ല. എനിക്ക് അങ്ങനെ കുറച്ച് തൃശ്ശൂർ പ്രദേശങ്ങളിലെ ചില തമാശകളൊക്കെ ഇതിലുള്ളതുപോലെ തോന്നി. അതിലൊന്നും ഒരു നല്ല തമാശകളായിരുന്നില്ല പലതും. പിന്നെ ചില സ്ഥലത്തൊക്കെ ടീച്ചർ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ടീച്ചറായി. സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ വിട്ട് ഞങ്ങളെ അങ്ങ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ടീച്ചർ എന്നിട്ട് എന്തുട്ടാ ചെയ്യാ, അതാണ് നിങ്ങൾ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുപ്പായിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ നമുക്ക് ഇച്ചിരി കൂടെ തമാശയാക്കി പറയാം എന്നുള്ളത് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഗംഭീരമായി. ടീച്ചറെ നമസ്കാരം. ഇവിടെ ഇപ്പൊ നേരത്തെ പിഷു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ആ ഒരു ചെറിയ പെർഫോം ചെയ്യുന്ന ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അവർക്കെന്തോ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് മാത്രമാണ് ചെറുതായിട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് വന്ന ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ചിലപ്പോൾ കിട്ടാത്തതുപോലെയൊക്കെ ഉള്ളൊരു അത് ടെൻഷൻ്റെ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ടീച്ചർ ആദ്യം പെർഫോം ചെയ്ത് തുടങ്ങിയത് സെന്ററിൽ നിന്നാണ്. പിന്നെ ഞാൻ ടീച്ചർ ഫ്രണ്ടിൽ കയറി വന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ സ്വഭാവം നടന്ന് പുറകോട്ട് വരും അവസാനം. അപ്പോൾ ടീച്ചർ ഓവറോൾ നല്ലതായിരുന്നു. പിന്നെ ചില പോയിന്റ്സ് എനിക്ക് ചെറുതായിട്ടൊന്ന് കണക്ഷൻ ഇല്ലാത്തതുപോലെ എനിക്കൊരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം, ലേബർ റൂം ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. ആ ഏരിയ കുറേ നല്ല രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നായിരുന്നു. കാതറീൻ ടീച്ചർ, അപ്പോൾ മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞറിയാം. ഓൾ ദി ബെസ്റ്റ്. പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. നമസ്കാരം. പിന്നെ ഞാനേ ഷാരടി, ഞാൻ കുറേ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് സൈഡ് ഇതായിട്ടൊക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലൊക്കെ ഇപ്പം ഞാനൊരു കുക്കറി ഷോ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പരിപാടിയിലോ? ഇവിടെയോ? ഞാനത് അവിടെ മൺസൂറില്ലേ നമ്മളിവിടെ ഫുഡിന്റെ. അല്ല, എന്നിട്ട് കയ്യും വീശിയാണോ വന്നേ? പാത്രമൊക്കെ എവിടെ? പാത്രമൊന്നുമില്ല, ഞാൻ വിളമ്പി അങ്ങോട്ട് തരും കയ്യിലേക്ക്. പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? അപ്പൊ ഓൾറെഡി പ്രിപ്പയർഡ് ഫുഡാണോ തരുന്നത്? പ്രിപ്പയർഡ് ഫുഡാണ് തരുന്നത്. അതൊരു മധുരതരമായിട്ടുള്ള പാട്ടിലൂടെ ആ ഫുഡൊക്കെ നിങ്ങളിലേക്ക് എത്തും. ഞാനോർത്ത് എന്തോ ഷോ മാറ്റി ചെയ്യുന്നത്. ഇപ്പൊ അതായത് പ്രിപ്പയർ ചെയ്ത ഫുഡ് മധുരതരമായ പാട്ടിലൂടെ തരുന്നു, കുക്കറി ഷോ എന്നൊക്കെ പറയുമ്പോഴും പാരഡി പാടാൻ പോവല്ലേ? പാരഡി പാടാൻ പോവാണ്. കറിവേപ്പിലയുണ്ടോ ഒരു പിടി വിതറിയിടാ, കടുകു വറുത്തിടുവാ, കറി താളിച്ചിടുവാ, കറിയുടെ രുചി മുകുളം മുറിവാലൻ ചാള. കറിവേപ്പിലയുണ്ടോ ഒരു പിടി വിതറിയിടാ, കറിവേപ്പിലയുണ്ടോ ഒരു പിടി വിതറിയിടാ. ഓ കടുക് വറുത്തിടുവാ, കറി താളിച്ചിടുവാ, കറിയുടെ രുചി മുകുളം മുറിവാലൻ ചാള. ചെറുപയർ ഒരു പിടി വൻപയർ കൊണ്ടൊരു തൊടുകറിയുണ്ടാക്കാം, ഒരു മാങ്ങാപ്പൂൾ കറിയിലതുണ്ടേൽ ചെറുപുളി രുചി നുകരാ. ചെറുപയർ ഒരു പിടി വൻപയർ കൊണ്ടൊരു തൊടുകറിയുണ്ടാക്കാം, ഒരു മാങ്ങാപ്പൂൾ കറിയിലതുണ്ടേൽ ചെറുപുളി രുചി നുകരാ. കറി തിന്നോൻ പറയുന്നു ഫുഡ് പോയിസൺ പിടിച്ചു. ഓ കടുക് വറുത്തിടുവാ, കറി താളിച്ചിടുവാ, കറിയുടെ രുചി മുകുളം മുറിവാലൻ ചാള. കഴിഞ്ഞ ഏതാനും
എപ്പിസോഡുകളായിട്ട് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിരുന്നത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈൻസിലെ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും ആയിരുന്നു. നമസ്കാരം ടീച്ചർ. നമസ്കാരം. പറയൂ, ലൈക്ക് ടെക്സ്റ്റൈൽ ഡിസൈനിങ് അല്ലേ? അതെ അതെ, വി ആർ ദ പ്രൊഫഷണൽസ് ഓഫ് ഫാഷൻ. അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ കോളേജിൽ തന്നെ ഇതുപോലെ ഫാഷൻ ഷോസ് അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടോ? ഓ ഷുവർ, ഇയർലി കണ്ടക്ട് ചെയ്യാറുണ്ട്. കോളേജായിട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറുണ്ടായിരിക്കും അല്ലേ? നടക്കാറുണ്ട്. ഓക്കെ, ഇവർ ഏത് ഇയറിലെ സ്റ്റുഡൻസ് ആണ്? ഇയർ സ്റ്റുഡൻസ് അല്ല, ഐ മീൻ ലൈക്ക് ഓക്കെ, ഒരു സിംഗിൾ കോഴ്സ് ആണ്, 6 months അങ്ങനെ ഡിപ്ലോമ. സുശീല ദേവി ആൻഡ് കാതറിൻ, അപ്പോൾ ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി എപ്പിസോഡ് എന്നറിയാം. ഒപ്പം അവരുടെ മാർക്സും. രമേശ് ഏട്ടാ, 2 അധ്യാപകർ വാശിയോടെ പോരാടിയ ഒരു എപ്പിസോഡാണ് ഇവിടെ പര്യവസാനിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന രീതിയിൽ പോകുന്ന നമ്മുടെ എപ്പിസോഡിന്റെ ഘടനയും ഇന്നത്തോടുകൂടി മാറുകയാണ്. അതിന്റെ അവസാന എപ്പിസോഡിൽ 2 അധ്യാപകർ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അധ്യാപകർക്കൊക്കെ മാർക്കിടാൻ പറ്റിയിരുന്നെങ്കിൽ ഏതോ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. കിടക്കട്ടെ. അപ്പോ സുശീല ടീച്ചർക്ക് 50ൽ 45. 2 ടീച്ചേഴ്സിന് മാർക്ക് ഇടുന്ന ഇനി ഇതുണ്ടാവുമെന്ന് അറിയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും 2 ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ പറ്റി, അതൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. സുശീല ടീച്ചറിന് 50ൽ 46. ഓക്കെ, അപ്പൊ ടോട്ടൽ 91, 100ൽ 91 മാർക്ക്. കൺഗ്രാറ്റ്സ്. കാതറിൻ ടീച്ചർക്ക് 50ൽ 44. തൃശ്ശൂരിന്റെ കഥ മൊത്തത്തിൽ നമ്മളെ ഒരു ട്രിപ്പ് കൊണ്ടുപോയ, തൃശ്ശൂരിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോയ കാതറിൻ ടീച്ചർക്ക് 50ൽ 45. അപ്പോ ടോട്ടൽ 89, 89 ഔട്ട് ഓഫ് 100. ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ സുശീല ദേവി. കൺഗ്രാറ്റുലേഷൻസ്. ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. മറ്റൊരു ഫൺ ഫീൽഡ് എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. Until then, bye.